മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം 46 മുതൽ 52 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം പലരും അവനെ ശാസിച്ചിട്ടും ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്ന് അവനെ വിളിക്കുവീൻ എന്ന് പറഞ്ഞു. ധൈര്യപ്പെടുക, എഴുന്നേൽക്കുക, നിന്നെ വിളിക്കുന്നു എന്ന് അവർ പറഞ്ഞു. കുരുടനെ വിളിച്ചു. അവൻ തന്റെ പുതപ്പ ഇട്ടും കളഞ്ഞ് ചാടി എഴുന്നേറ്റ് യേശുവിന്റെ അടുക്കൽ വന്നു. യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. യേശു അവനോട്, പോവുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവൻ കാഴ്ച പ്രാപിച്ചു, യാത്രയിൽ അവനെ അനുഗമിച്ചു. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു വ്യക്തിയാണ് ബർത്തിമായി എന്ന് പറയുന്ന ആ കുരുടനെ. നമ്മൾ പല പ്രാവശ്യം കേൾക്കുകയും നമ്മൾ സുവിശേഷങ്ങളിലൊക്കെ വായിക്കുന്ന വായിച്ച് സുപരിചിതമായ ഒരാളാണ് ബർത്തിമായി. സമാന്തര സുവിശേഷങ്ങളായ മത്തായി, മർക്കോസ്, ലൂക്കോസ് സുവിശേഷങ്ങളിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ അത് 2 കുരുടന്മാരാണെന്ന് പറയുമ്പോൾ മർക്കോസ് മറ്റു സുവിശേഷങ്ങളിലൊക്കെ ഓരോ കുരുടന്മാരെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. എന്നാൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ ആ കുരുടന്റെ പേര് ബർത്തിമായി എന്ന് നമ്മൾക്ക് കാണിച്ചു തരുന്നു. ഇത് യെരിഹോവിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു സംഭവ ചരിത്രമാണ് ഇത് എന്ന് നമ്മൾക്ക് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. യെരിഹോവിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. യെരിഹോവിന്റെ മറ്റൊരു പേരാണ് ഈന്ത നഗരം, അല്ലെങ്കിൽ ഈന്തപ്പനകളുടെ നഗരം എന്നാണ് യെരിഹോവിനെ അറിയപ്പെടുന്നത്. യെരിഹോ എന്ന വാക്കിന്റെ അർത്ഥം ചന്ദ്ര നഗരം എന്നാണ്. യെരിഹോവ് ശാപം കിട്ടിയ ഒരു പട്ടണമാണ് എന്ന് പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. അതായത് യോശുവ ശപിച്ച ഒരു സ്ഥലമാണ് യെരിഹോ എന്ന് പറയുന്നത്, ഇന്നത്തെ ജെറിക്കോ എന്ന് പറയുന്ന സ്ഥലം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം 26-ാം വാക്യത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. നോക്കുക, യെരിഹോ പട്ടണം ഇനിയും ആരും പണിയാതെ വണ്ണം യോശുവ ശപിച്ചതായി നമ്മൾക്ക് കാണുന്നുണ്ട്. അത് പണിയപ്പെടുമ്പോൾ തങ്ങളുടെ മക്കൾ നഷ്ടമായി പോകും എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ വാക്കുകളൊന്നും കേൾക്കാതെ ഒരു രാജാവ് അത് പണിയുവാൻ തക്കോണം തീരുമാനിച്ചു. അതുകൂടെ ഒന്ന് വായിക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം 34-ാം വാക്യം. അതിന്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിന്റെ പടിവാതിൽ വെച്ചപ്പോൾ സെഗൂം എന്ന ഇളയ മകനും നഷ്ടം വന്നു. നോക്കുക, അപ്പോൾ യെരിഹോ എന്ന പട്ടണം യോശുവ ശപിച്ചു. ഇനിയും ഈ പട്ടണം ആരും പണിയാതെ വണ്ണം അതിനെ ശപിക്കുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ ഉറ്റുനോക്കുവാനായി കടന്നുപോയ ഒരു സ്ഥലമാണ് യെരിഹോ പട്ടണം എന്ന് പറയുന്നത്. അതിനെ കീഴടക്കുവാൻ യെരിഹോവിന്റെ മതിലുകൾക്ക് ചുറ്റി നടന്ന് കാഹളമൂതിയതും മതിലുകൾ ഇടിഞ്ഞു വീണതുമൊക്കെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ഒറ്റുനോക്കുവാനായി പോയവരെ ഒളിപ്പിച്ച് പാർപ്പിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് രാഹാബ്. നമുക്ക് കേട്ടിട്ടുണ്ടല്ലേ?
രാഹാബ് എന്ന വ്യക്തി. അപ്പോൾ രാഹാബ് എന്ന ആ വാക്യം ഒന്ന് വായിച്ചു. യോശുവയുടെ പുസ്തകം തന്നെ 6-ാം അധ്യായം, മുമ്പ് വായിച്ച പുസ്തകത്തിന്റെ വാക്യത്തിന്റെ തൊട്ട് മുമ്പിലത്തെ വാക്യം. യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പിതൃഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. നോക്കുക, രാഹാബ് എന്ന വേശ്യ എന്ത് ചെയ്തു? അവൾ ഈ ഒറ്റുകാരെ സംരക്ഷിച്ചപ്പോൾ യോശുവയുടെ നേതൃത്വത്തിൽ യെരിഹോ പട്ടണം പിടിച്ചടക്കിയപ്പോൾ അന്ന് അവിടെ നിന്ന് സംരക്ഷണം കിട്ടിയ ഏക കുടുംബം ഈ രാഹാബ് എന്ന് പറയുന്ന ഈ സ്ത്രീയും അവളുടെ കുടുംബത്തിനും മാത്രമാണ് സംരക്ഷണം ലഭിച്ചത്. അവളുടെ വേറൊരു പ്രത്യേകത, മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൾ ദാവീദിന്റെ മുത്തശ്ശിയായി തീർന്നിരിക്കുന്നു എന്ന് നമ്മൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. 5-ാം വാക്യം. ശലോമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു. ബോവസ് രൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു. ഓബേദ് ഇശായിയെ ജനിപ്പിച്ചു. നോക്കുക, ഇശായി ജനിപ്പിച്ചു. അപ്പോൾ ദാവീദിന്റെ ഒരു മുത്തശ്ശിയായി ആര് വന്നു? ഈ രാഹാബ് എന്ന സ്ത്രീ വന്നു. അപ്പോൾ അവിടെ കടന്നു ചെന്നപ്പോൾ ഈ യോശുവയും കൂട്ടരും അവിടെ കടന്നു ചെന്നപ്പോൾ അവിടെ ആ പട്ടണം ശപഥാർപ്പിതമായി പ്രഖ്യാപിച്ചു. അതായത് അവിടെയുള്ള സ്ഥാനങ്ങളൊക്കെ എന്താണ്, ശപിക്കപ്പെട്ടതായി പ്രഖ്യാപിക്കുകയും അവിടെ നിന്നും എടുക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതെല്ലാം അവിടെ ശപഥാർപ്പിതങ്ങളായി അവിടെ ഉപേക്ഷിച്ചു പോകുന്നതായി നമ്മൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ യെരിഹോ എന്ന് പറയുന്ന പട്ടണം അങ്ങനെ ശാപഗ്രസ്തമായി തീർന്ന ഒരു പട്ടണമാണ്. ഈ പട്ടണത്തിലേക്കാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എന്ത് ചെയ്യുന്നത്? കടന്നു വരുന്നത്. ഈ യേശുക്രിസ്തുവിന്റെ കാലത്ത് ഈ യെരിഹോ പട്ടണത്തിന്റെ ഒരു പ്രധാന പട്ടണമായിരുന്നു, ശപിക്കപ്പെട്ട പട്ടണമായിരുന്നുവെങ്കിലും അതൊരു പ്രധാന പട്ടണമായി അത് വളർന്നു. അതിന്റെ പട്ടണം പണിയരുത്, അതിന്റെ മതിലുകളെ പണിയരുത് എന്ന് യോശുവ ശപിച്ചു എങ്കിലും ആ പട്ടണം അവിടെ താമസക്കാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല, ഒരു യെരുശലേമിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി കടന്നു പോകുന്നവരുടെ ഇടത്താവളമായി ആ യെരിഹോ മാറി എന്ന് നമ്മൾ കാണുന്നു. യേശുവിന്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിലേക്ക് കടന്നു പോകുന്ന തീർത്ഥാടകരുടെ ഇടത്താവളമായിരുന്നു. അന്ന് എല്ലാവരും വർഷം തോറും യെരുശലേമിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും പോകുന്ന യഹൂദന്മാരുടെ ഇടത്താവളമായിരുന്നു ഈ യെരിഹോ എന്ന് പറയുന്ന പട്ടണം. അങ്ങനെ ആ ഇടത്താവളമായതുകൊണ്ട് അത് ഒരു വലിയ ഒരു ഏരിയയായി മാറി അവിടെ കച്ചവട സ്ഥാപനങ്ങളും ഒരുപാട് ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്തു? ഈ യെരിഹോ എന്ന് പറയുന്ന ആ പട്ടണത്തിൽ അത് അങ്ങനെ വളർന്ന്, നമുക്കറിയാം ഒരു ഇടത്താവളങ്ങളുണ്ട് അല്ലേ? നമ്മൾ പോകുന്ന പലപ്പോഴും യാത്രക്കാർക്ക് ഇടത്താവളങ്ങളുണ്ട്. ആ ഇടത്താവളങ്ങൾ യാത്രക്കാർക്ക് സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക് സുപരിചിതമാണ്. ഇതുപോലെ തന്നെ യെരിഹോവും അങ്ങനെയുള്ള ഒരു പട്ടണമായി വളർന്നു. യേശുക്രിസ്തു അതുവഴി കടന്നുപോയി. ഈ യെരിഹോ പട്ടണത്തിന്റെ അടുത്തുള്ള യോർദാനിലാണ് യേശുക്രിസ്തു സ്നാനപ്പെട്ടത് എന്നൊക്കെ നമ്മൾക്ക് തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ യെരിഹോ സക്കായി യേശുക്രിസ്തുവിനെ കാണുവാൻ കാട്ടത്തിയിൽ കയറിയിരുന്ന സ്ഥലമാണ് ഈ യെരിഹോ. മാത്രമല്ല, നമുക്കറിയാം നല്ല ശമരിയക്കാരന്റെ ഉപമയിൽ ഈ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് യാത്ര ചെയ്ത ഒരാളുടെ ചരിത്രമാണ് നമ്മൾക്ക് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഈ യെരിഹോ എന്ന് പറയുന്ന സ്ഥലം അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടും പ്രസിദ്ധമായി. മാത്രമല്ല, യേശുക്രിസ്തു അതുവഴി പലപ്പോഴും കടന്നുപോയതായി നമ്മൾക്ക് ചരിത്രം വായിച്ചു തരുന്നു. മാത്രമല്ല, ഈ യെരിഹോവിന്റെ ഒരു പ്രത്യേകത, ഈ യെരിഹോവിന്റെ ശാപത്തിന് ശേഷം ഈ പ്രവാചകന്മാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായി ഈ യെരിഹോ തീർന്നു. അങ്ങനെയാണ് നമ്മൾ ഏലീശയെക്കുറിച്ച് പഠിക്കുമ്പോൾ, പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ ഏലീശയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ഏലീശ താമസിച്ച ഒരു സ്ഥലമാണ് ഈ യെരിഹോ എന്ന് നമുക്ക് മനസ്സിലാവും. ഒരുപാട് പ്രവാചകന്മാർ താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ യെരിഹോ എന്ന് പറയുന്നത്.
ഈ എരിഹോവിൽ വെച്ചാണ് ഏലീശ ഉപ്പിട്ട് വെള്ളം കുടിക്കുവാൻ പറ്റാതിരുന്ന വെള്ളം പഥ്യമാക്കിയതൊക്കെ ഈ എരിഹോവിലാണ്. അതാണ് ഈ എരിഹോവിന്റെ ചരിത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഹല്ലേലൂയ, നമ്മൾ പലപ്പോഴും ദൈവവചനം വായിക്കുമ്പോഴൊക്കെ നമുക്ക് അത് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നുണ്ട്. ഇവിടെ ഈ ഇടത്താവളം അല്ലെങ്കിൽ യെരുശലേമിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി പോകുന്നവരുടെ ഇടത്താവളമായിരുന്നു എരിഹോവിൽ ഒരുപാട് ഭിക്ഷക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാളുടെ പേരാണ് ബർത്തിമായി. ഇവൻ ജന്മനാ കുരുടനാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിയുന്നില്ല. എങ്കിലും അവൻ ഒരു കുരുടനായി അവിടെ ഭിക്ഷയാചിക്കുകയാണ്. ബർത്തിമായി എന്നാണ്, തിമായിയുടെ മകൻ എന്നാണ് ബർത്തിമായി. നമുക്കറിയാം, ബർ എന്ന് പറഞ്ഞാൽ ഈ മകൻ എന്നാണ്. അതുകൊണ്ട് ബർ യോനായുടെ മകനെ, ബർ യേശുവിന്റെ മകനെ. അപ്പോൾ ബർ തിമായി, അങ്ങനെയാണ് ബർത്തിമായി എന്നുള്ള പേര്. തിമായിയുടെ മകൻ. തിമായി എന്ന വാക്കിന്റെ അർത്ഥം വളരെ വിലപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് നമുക്കത് കാണുവാൻ തക്കണം കഴിയുന്നത്. അപ്പോൾ ഈ ബർത്തിമായി ഒരു കുരുടനായി അവിടെ ഇരുന്ന് ഭിക്ഷയായിക്കാണ്. നല്ല പ്രായമുണ്ട്. അപ്പോൾ വളരെ നാളുകൾ അവിടെ ഭിക്ഷയാചിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഭിക്ഷക്കാരന്റെ രീതികളെക്കുറിച്ച് നമുക്കറിയാം. അവർക്ക് നല്ല വൃത്തിക്ക് നടക്കുവാൻ തക്കോണം കഴിയുന്നില്ല. കാരണം അവരുടെ കാര്യങ്ങൾ സ്വയം ചെയ്തെടുക്കുവാൻ തക്കോണം അവർക്ക് കഴിയാതെ പോകുന്നു. പലപ്പോഴും ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുവാൻ കഴിയാത്തത് കൊണ്ട് അനേകരുടെ സഹായമുണ്ടെങ്കിൽ, മറ്റൊരാളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. ജീവിതം വളരെ ദുസ്സഹമാണ്. ചുറ്റും നടക്കുന്ന സാഹചര്യങ്ങളെ ശബ്ദം കൊണ്ട് മാത്രം തിരിച്ചറിയുന്ന വ്യക്തികളാണ്. നമുക്കറിയാം, ഒരു ദിവസം ഒന്ന് കണ്ണടച്ച് നാം നമ്മുടെ വീട്ടിലൊന്ന് നടന്നു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ള സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും? തട്ടിത്താഴെ വീഴും. അപ്പോൾ ഒരു കുരുടൻ ജന്മനാ അന്ധനായി തീർന്നു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥകൾ, അവന്റെ കാര്യങ്ങൾക്കെല്ലാം താളപ്പിഴകൾ ഉണ്ടാകും. അവൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ വളരെ താമസമുണ്ടാകും. അതുകൊണ്ട് പലപ്പോഴും ഇങ്ങനെയുള്ളവരെ വീടുകളിൽ നിന്ന് പുറത്താക്കുകയോ അല്ലെങ്കിൽ വീടുകളിൽ അവർ ഒരു അധികപ്പറ്റാണെന്ന് തോന്നുമ്പോൾ അവർ വീട് വിട്ട് ഇറങ്ങുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ ഇവിടെയും വന്നു ചേർന്നു. വ്യക്തമായി ഒരുപക്ഷെ അങ്ങനെ യാചക ഉണ്ടാകും. കാരണം യേശുക്രിസ്തുവിന്റെ അത്ഭുതങ്ങളും അടയാളം കണ്ടിട്ട് അവനെ അനുഗമിക്കുന്ന ഒരുപാട് പേർ യേശുക്രിസ്തുവിന്റെ പുറകെ ഇങ്ങനെ പോവുകയാണ്. ഇനിയും അടുത്ത പട്ടണത്തിൽ ചെല്ലുമ്പോൾ യേശുക്രിസ്തു എന്താണ് അത്ഭുതം ചെയ്യുന്നത്, എന്താണ് എന്നുള്ള കാണുവാനുള്ള ആകാംക്ഷ ഉള്ളവരുണ്ട്. ഈ അത്ഭുതങ്ങളിൽ വിശ്വസിച്ച് യേശുക്രിസ്തുവിനെ അധികമായി സ്നേഹിച്ചവരുണ്ട്. അപ്പോൾ തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും അടങ്ങുന്ന ഒരു കൂട്ടം യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങളെ വിമർശിക്കുവാനായി അങ്ങനെയും ഒരു ചെറുകൂട്ടം. അപ്പോൾ ഇഷ്ടപ്പെടുന്നവരും നിന്ദിക്കുന്നവരും നാളെ കുറ്റം പറയുന്നവരുമൊക്കെ എന്തുണ്ട്? യേശുക്രിസ്തുവിന്റെ ആ കൂട്ടത്തിൽ ഇങ്ങനെ അവരങ്ങനെ ആൾക്കൂട്ടത്തിൽ ആരുമറിയാതെ അവർ കടന്നുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടന്നു വരുമ്പോൾ തീർച്ചയായും ഒരു 10 പേര് തന്നെ കടന്നു വരുമ്പോൾ ഒരു ചെറിയ ശബ്ദവും ഒരു ബഹളമൊക്കെ ഉണ്ടാകും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിൽ 1000ങ്ങളും 5000 പേർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഭക്ഷണം കൊടുത്തതായി വായിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അത്രയും വലിയ വരുന്ന, അത്രയും അല്ലെങ്കിൽ ഒരു പക്ഷേ കൂടാം കുറയാം, അങ്ങനെയുള്ള ഒരു വലിയ ജനക്കൂട്ടം കടന്നു വരുമ്പോൾ തീർച്ചയായും ആരവങ്ങൾ ഉണ്ടാകും. ഭർത്യമായി തന്റെ കാതുകളെ കൂർപ്പിച്ചു. അവൻ എന്ത് ചെയ്തു? അങ്ങനെ ശ്രദ്ധിച്ചിരുന്നപ്പോൾ വലിയ ആരവമുണ്ടായി. ഈ ശാപം കിട്ടിയ ഈ നഗരത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ ശാപം കിട്ടിയ ചിലതിലേക്ക്, നശിച്ചു പോകും എന്ന് മറ്റുള്ളവർ പറഞ്ഞതിലേക്ക് യേശുക്രിസ്തു കടന്നു വരുന്നുവെങ്കിൽ എല്ലാ ശാപങ്ങളെയും മാറ്റുവാൻ തക്കോണം കഴിവുള്ളവനാണ്. ഒരാൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചാൽ ശാപങ്ങൾ മാറിക്കിട്ടുകയാണ്. മനസ്സിലാക്കണം, ഒരാൾ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ മേലുള്ള എല്ലാ ശാപങ്ങളും മാറിക്കിട്ടുകയാണ്. രക്ഷിക്കപ്പെട്ട ഒരാളെ നോക്കി ആര് ശപിച്ചാലും അത് ഫലിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. കാരണം കൂടാതെ ശാപം ഫലിക്കുകയില്ല എന്നാണ് ദൈവവചനത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മളെ നോക്കി ആരെങ്കിലും ശപിച്ചാൽ, ആരെങ്കിലും മോശം വാക്കുകൾ ഉപയോഗിച്ചാൽ, നാം ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ നമ്മൾക്ക് ആ ശാപം ഫലിക്കുകയില്ല.
നാളുകളായി നമ്മൾക്ക് ശാപമുണ്ടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, നമുക്ക് ഹല്ലേലൂയ ശാപങ്ങൾ ഉള്ളത് കൊണ്ടാണ് ചില അനുഗ്രഹങ്ങൾ പ്രാപിക്കാത്തത് എന്ന് മറ്റുള്ളവർ പറയുന്നുവെങ്കിൽ, യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ ശാപങ്ങളെ മാറും. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ശാപം ഉണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് ആഭിചാരം ഫലിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അടുത്തുള്ളവൻ കൂടോത്രം ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നാം ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, നമുക്ക് ഫലിക്കുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ ശാപം കിട്ടിയ ഈ നഗരത്തിലേക്ക്, ഈ പട്ടണത്തിലേക്ക് ആര് കടന്നു വരുന്നു? യേശുക്രിസ്തു കടന്നു വരുന്നു. ഈ ഭർത്തിമായെ സംബന്ധിച്ച് അവൻ ഭിക്ഷയാചിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അനേകർ ആൾക്കാർ കടന്നു വന്നിരിക്കുമ്പോൾ അവരുടെ സംസാരങ്ങളിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാരൊക്കെ സംസാരിച്ച് അവൻ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്ത് ചെയ്തിരുന്നു? കേട്ടിരുന്നു. അപ്പോൾ പലരും അവിടെ പറയുന്നതായിരിക്കാം, യേശുക്രിസ്തു എന്നൊരാളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഇതുവഴി സക്കായിയെ പോയപ്പോൾ സക്കായിയെ കണ്ടു, അവൻ പാത്തിരിക്കുകയായിരുന്നു, അവനോട് ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ അവൻ ഇറങ്ങി വന്നു. അങ്ങനെ യേശുക്രിസ്തു ഇന്നടത്ത് യെരുശലേമിലെ അത്ഭുതം ചെയ്തു. ഇങ്ങനെയുള്ള ആ അത്ഭുത കഥകൾ ഒക്കെ കേട്ട് ഈ ഭർത്തിമായും അവന്റെ ഹൃദയത്തിൽ അവൻ ഇങ്ങനെ ആശിച്ചു കാണും, യേശുക്രിസ്തു എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറയുകയാണ്, മകനെ നിനക്ക് കാഴ്ച പ്രാപിക്കട്ടെ എന്ന് ഒരു വാക്ക് ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നവൻ അധികമായി ആഗ്രഹിച്ചു. പക്ഷെ ഒരിക്കലും അത് സാധ്യമാകുകയില്ല. കാരണം അവനൊരു അന്ധനാണ്. ഈ വലിയ ജനക്കൂട്ടമായി പോകുന്ന ഈ യേശുക്രിസ്തു എന്നെ എങ്ങനെ അറിയാനാണ് എന്നൊക്കെ അവൻ ചിന്തിച്ചാണ്. അപ്പോൾ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ഭർത്തിമായി മാത്രമല്ല അവിടെ യാചകനായിട്ടുള്ളത്. അനേക യാചകരുണ്ട്. കുരുടന്മാരായിട്ടും കാലുവയ്യാത്തവരായിട്ടും കൈവയ്യാത്തവരായിട്ടും അങ്ങനെ ശരീരത്തിന്റെ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായത് തളർന്നു പോയവരൊക്കെ യാചകരായി ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തു സൗഖ്യമാക്കും എന്ന് മനസ്സിൽ തോന്നിയത് ഈ ഭർത്തിമായിക്ക് മാത്രമായിരുന്നു. കാരണം എന്ത് ചെയ്തു? അവനത് വിശ്വസിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിശ്വാസം അവന്റെ ഉള്ളിൽ അങ്ങനെ കിടന്നപ്പോഴാണ് യേശുക്രിസ്തു വരുന്ന ആരവം അവൻ കേൾക്കുവാൻ തക്കോണമിടയായി തീർന്നത്. യേശുക്രിസ്തു നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരകനാണെന്ന് നാം വിശ്വസിക്കുമ്പോൾ മാത്രമേ യേശുക്രിസ്തു നമ്മുടെ വിഷയങ്ങളിലേക്ക് കടന്നു വരികയുള്ളൂ. നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ യേശുക്രിസ്തു അതിന് പരിഹാരകനാണെന്ന് നാം വിശ്വസിച്ചാൽ മാത്രമേ അതിലേക്ക് യേശുക്രിസ്തു കടന്നു വരത്തുള്ളൂ. നമ്മുടെ സ്വന്തമായ കഴിവുകൊണ്ട് നമ്മൾക്കത് സാധ്യമാകും എന്ന് വിചാരിച്ചാൽ ആ വിഷയത്തിൽ എന്ത് ചെയ്തില്ല, യേശുക്രിസ്തു കടന്നു വരികയില്ല. നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഒരു കാര്യം നാളെ നടക്കുവാനുണ്ട്, അല്ലെങ്കിൽ നാളെ അടുത്ത ദിവസങ്ങൾ നടക്കുവാനുണ്ട്. അത് നമ്മുടെ കഴിവുകൊണ്ട്, ഞാൻ എൻ്റെ സംസാരിക്കുന്ന കഴിവുകൊണ്ട്, എൻ്റെ അധികാരങ്ങൾ കൊണ്ട്, എൻ്റെ മികവ് കൊണ്ട്, എന്നെ സംസാരിക്കുവാനുള്ള മികവ് കൊണ്ട് ഞാൻ അത് സാധ്യമാക്കും എന്ന് നാം വിചാരിച്ചാൽ ആ വിഷയത്തിലേക്ക് യേശുക്രിസ്തു കടന്നു വരികയില്ല. എന്റെ വിഷയം എന്തുമായിക്കോട്ടെ അത് സാധ്യമാകും എന്ന് ഞാൻ യേശുക്രിസ്തു അത് സാധ്യമാക്കും എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് യേശുക്രിസ്തുവിന് കടന്നു വരുവാൻ കഴിയും. അങ്ങനെ ഭർത്യമായി വിശ്വസിച്ചു. തൻ്റെ ആ അന്ധതയ്ക്ക് നിവാരണമുണ്ടാകുവാൻ, അല്ലെ അന്ധത മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും എന്ന് അവൻ വിശ്വസിച്ചു. അപ്പോഴാണ്, അങ്ങനെ അവൻ വിശ്വസിച്ചു കൊണ്ടിരുന്ന സമയത്താണ് യേശുക്രിസ്തു വലിയ ജനക്കൂട്ടത്തിന്റെ മുൻപിലേക്ക് അവിടെ കടന്നു വരുന്നത്. ആ ജനക്കൂട്ടത്തിന് മുൻപിലായി നടന്നു വരുന്നത്. അപ്പോൾ അവൻ പെട്ടെന്ന് നിലവിളിക്കുന്ന ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിന്റെ 47-ാം വാക്യം, നസ്രയനായ യേശു എന്ന് കേട്ടിട്ട് അവൻ, ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നേണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ അവൻ വിളിക്കുന്നത് യേശുവേ ദാവീദ് പുത്ര. നമ്മൾ കേൾക്കുമ്പോൾ അത് നമുക്ക് ഒരു സാധാരണ വാക്കായി തോന്നുമെങ്കിലും അക്കാലത്ത് യേശു മശിഹ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട്
പുരോഹിതന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രിമാരായിട്ടുള്ളവരൊക്കെ യേശുക്രിസ്തുവിനെ എതിർത്തുകൊണ്ടിരുന്നു. യേശുക്രിസ്തു മശിഹ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും ചില പുരോഹിതന്മാരും ഒക്കെ എതിർത്തിരുന്ന സാഹചര്യത്തിലാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ മശിഹ എന്ന് ഒരാൾ പറയുമ്പോൾ അവരോട് എന്ത് ചെയ്യുന്നു? ഈ ശാസ്ത്രിമാരും പുരോഹിതന്മാരും എതിർക്കും. നീ എന്തുകൊണ്ട് വിളിച്ചു? യേശുക്രിസ്തു മശിഹയല്ല, അവനൊരു സാധാരണ മനുഷ്യനാണ്. ഇവിടെ അവൻ ചില മാജിക്കുകളൊക്കെ കാണിച്ചാണ് ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നത് എന്ന് പലരെയും ശാസിക്കുകയും താക്കീത് കൊടുത്തിരുന്നതുമാണ് പരീശന്മാരും ശാസ്ത്രിമാരും. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? യേശുവേ ദാവീദ് പുത്ര എന്ന് ഈ ഭർത്യമായി നിലവിളിക്കുന്നത്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിലും യശയാവിന്റെ ഞാൻ വായിക്കാം. യശയാവിന്റെ പുസ്തകത്തിലും യശയാവിന്റെ പുസ്തകം 61 അധ്യായം 1 വാക്യത്തിലും 61 അധ്യായം മുഴുവനായും, ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4 അധ്യായം 18 വാക്യത്തിലും ഇങ്ങനെ പറയുന്നു: ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വാക്യം ഇത് വായിക്കുമ്പോൾ നമുക്ക് ഒന്നും മനസ്സിലാകത്തില്ലെങ്കിലും മശിഹയെക്കുറിച്ചുള്ള ഒരു വാഗ്ദത്ത വാക്യമാണ്, അല്ലെങ്കിൽ മശിഹയെക്കുറിച്ച് യെശയ്യാവ് പറയുന്ന ഒരു അധ്യായമാണ് യെശയ്യാവിന്റെ പുസ്തകം 61 അധ്യായം. അത് മുഴുവൻ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മശിഹയായി വരും എന്നുള്ള ഒരു വാഗ്ദത്ത വാക്യമാണ്. ഇത് ഈ പരീശന്മാരും ഇവരും എന്ത് ചെയ്തില്ല? അംഗീകരിച്ചില്ല. അപ്പോൾ ഈ ഭർത്യമായി ഇത് അംഗീകരിച്ചുകൊണ്ട് വിളിക്കുകയാണ്, യേശുവേ ദാവീദ് പുത്ര എന്നുള്ള വിളി. അപ്പോൾ അവനെ എന്ത് ചെയ്യുക? മശിഹായി അംഗീകരിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് കാണുന്നത്. അപ്പോൾ ഈ ഭർത്യമായി ഉറക്ക നിലവിളിക്കുകയാണ്. കാരണം വലിയ ആൾക്കൂട്ടമാണ്. അവിടെ തന്റെ ശബ്ദം ഉയർന്നു കേട്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യേശുക്രിസ്തുവിന്റെ കാതുകളിൽ എത്തുകയുള്ളൂ. അപ്പോൾ ഈ പുരുഷാരത്തിന്റെ ശബ്ദത്തെക്കാൾ ഉച്ചത്തിൽ ഈ ഭർത്യമായി അലറി നിലവിളിക്കുകയാണ്. കാരണം ആ അലറി നിലവിളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവന് മറുപടി കിട്ടുകയുള്ളൂ. മറുപടി ലഭിക്കും വരെ അവൻ ഉറക്കുന്ന യേശുക്രിസ്തുവിന്റെ കാതുകളിൽ അവന്റെ ശബ്ദം എത്തുന്നത് വരെ യേശുവേ ദാവീദ് പുത്ര എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ നിലവിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ നിലവിളി കേൾക്കാതെ പോകുന്ന ഒരാളല്ല നമ്മുടെ കർത്താവ് എന്ന് നമുക്ക് ഈ വാക്യം വായിക്കുമ്പോൾ മനസ്സിലാവും. നമ്മുടെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ, നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാകട്ടെ, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തുമാകട്ടെ, അതിൻ്റെ അകത്ത് നാം നിലവിളിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്കതിന്റെ മറുപടിയുണ്ട്. കാരണം നാം യേശുവിനെ മശിഹയായി അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ നിലവിളിയിൽ മറുപടി ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ആ ഭർത്യമായിക്ക് കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ചെയ്യാം, അവൻ യേശുവിന്റെ അടുക്കിലേക്ക് അവൻ ഓടിച്ചെല്ലുമായിരുന്നു. എന്നാൽ അവന് കാഴ്ചയില്ലാത്തത് കൊണ്ട് അവന് നിലവിളിക്കുക മാത്രമേ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ ഉറക്കെ നിലവിളിക്കുവാൻ തക്കോണം ഇടയായി. ഇത് കേട്ടിട്ട് എന്ത് ചെയ്തു? യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് അവൻ ഏറ്റവും അധികം നിലവിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതിന്റെ 48 വാക്യത്തിന്റെ ആദ്യം കാണുന്നു, മിണ്ടാതിരിപ്പാൻ പലരും അവനെ ശാസിച്ചു. അപ്പോൾ ഇവന്റെ ഈ നിലവിളി യേശുക്രിസ്തുവിന്റെ ഈ പോക്കിന് തടസ്സമായിട്ട് മറ്റുള്ളവർ കാണുകയാണ്. കാരണം യേശുക്രിസ്തു ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവന്റെ യേശുക്രിസ്തുവിന്റെ വാക്കുകളിൽ നിന്ന് വായിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒക്കെയാണ് യേശുക്രിസ്തു പോകുന്നത്. അത് കേട്ടാണ് ഈ ജനം ഇങ്ങനെ കൂടെ പോകുന്നത്. ആ യേശുക്രിസ്തുവിന്റെ ലാവണ്യ വാക്കുകൾ കേട്ടിട്ട് ആ മതിമറന്നു പോകുമ്പോഴാണ് ആ ശബ്ദത്തെ വിച്ഛേദിച്ചുകൊണ്ട് അതിന് തടസ്സം നേരിട്ടുകൊണ്ട് ഈ ഭർത്യമായി ഉറക്ക നിലവിളിക്കുന്നത്, യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണം. അപ്പോൾ ഈ സൗണ്ട് മറ്റുള്ളവർക്ക് വളരെ അരോചകമായിട്ട് തോന്നി. കാരണം നമുക്കറിയാം, ഒരു കുരുടന്റെയും ഒരു യാചകന്റെയും നിലവിളി മനോഹരമായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടോ? യാചകന്മാരൊക്കെ നിലവിളിക്കാൻ നമുക്ക് മനോഹരമായിട്ട് തോന്നും. നമുക്ക് സാധാരണപ്പെട്ട ഒരാൾക്ക് വളരെ അരോചകമായി തോന്നുന്ന ശബ്ദമാണ്. കാരണം അവരതിൻ്റെ ഭംഗിയോ അവരതിൻ്റെ താളമോ ഒന്നും
നോക്കുന്നില്ല. അങ്ങനെ നോക്കുന്നവരുണ്ട്. ചില യാചകന്മാരൊക്കെ താളത്തിൽ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ബർത്തിമായെ സംബന്ധിച്ച്, കാരണം കണ്ണ് കാണാത്തവനാണ്, അവനൊരു താളബോധം ഒന്നുമില്ലാതെയാണ് അവൻ നിലവിളിച്ചത്. അപ്പോൾ ഈ യാചകന്റെ നിലവിളി അവർക്ക് വളരെ അരോചകമായി. തടസ്സം ഈ പുരുഷാരത്തിന്റെ ശബ്ദത്തെക്കാൾ ഉയർച്ചയാണ്. അപ്പോൾ നമ്മൾ കർത്താവിനോട് നിലവിളിക്കുമ്പോൾ, നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, നാം കർത്താവിനെ അനുഗമിക്കുമ്പോൾ പലർക്കും അത് വലിയ തടസ്സമാണ്. ഇവർ പേരിനാണ് യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നത്. എന്നാൽ ബർത്തിമായെ സംബന്ധിച്ച് അവന് എന്താണ്? കാഴ്ച കിട്ടണം എന്നാണ് അവന്റെ ആവശ്യം. ഈ പേരിന് കൂടെ പോകുന്നവരെന്ത് ചെയ്യും? രാത്രിയാകുമ്പം യേശുക്രിസ്തുവിനെ വിട്ടിട്ട് എന്ത് ചെയ്യും? അവര് പഴയ സ്ഥലങ്ങളിലേക്ക് പോകും. എന്നാൽ ബർത്തിമായെ സംബന്ധിച്ച് എന്താണ്? അവന് കാഴ്ച കിട്ടണം, അതാണ് അവന്റെ ആവശ്യം. അപ്പോൾ ഈ പോകുന്നവരെല്ലാം, യേശുക്രിസ്തുവിന്റെ കൂടെ പോകുന്നവരെല്ലാം പുറം കാഴ്ചയുള്ളവരാണ്. ഈ ലോകത്തെ കാണുന്ന കാഴ്ചയുള്ളവരാണ്. അവർക്ക് യേശുക്രിസ്തു പോകുന്നത് കാണാം, അവിടെ ഇരിക്കുന്ന യാചകരെ കാണാം, അവിടെ കൊണ്ടുകെട്ടിയിരിക്കുന്ന മൃഗങ്ങളെ കാണാം, അവിടെ ഇരുന്ന് ഹല്ലേലൂയ തമാശകൾ പറയുന്ന ആൾക്കാരെ കാണാം, സീരിയസ് ആയി മറ്റു കാര്യങ്ങളെ കാണുന്നവരെ കാണാം. പിന്നീട് ആ വിശ്രമത്തിന് ശേഷം യെരുശലേമിലേക്ക് തീർത്ഥാടനമായി പോകുവാൻ തക്കോണം ആ ഒരുങ്ങുന്നവരെയൊക്കെ കാണാം. ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ കാണാം. എന്നാൽ ബർത്തിമായെ സംബന്ധിച്ച് കാൽനടക്കാർ പോകുമ്പോൾ അവരുടെ കാലിന്റെ ആ ചവിട്ടുന്ന സൗണ്ടുകൾ കേട്ടിട്ട് ആള് പോകുന്നു, ആ ചെറിയ കാറ്റൊക്കെ അടിക്കുമ്പോൾ അത് അവർ കടന്നു പോകുന്നു എന്നുള്ള ആ ഒരു ചെറിയ ആ തിരിച്ചറിവ് കൊണ്ടാണ് അവൻ യാചിക്കുന്നത്. അപ്പോൾ ഈ പുരുഷാരം ഇവന്റെ നിലവിളിക്ക് തടസ്സം നിൽക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നിലവിളിക്ക് തടസ്സമായി നിൽക്കുന്ന, നമ്മൾക്ക് ദൈവത്തോട് യാചിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുവാൻ തക്കവണ്ണം അനേക തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ചില സാഹചര്യങ്ങളിൽ ദൈവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിളിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് അരോചകമായി നമ്മുടെ മുമ്പിൽ നിൽക്കും. അതൊന്ന് കഴിഞ്ഞിട്ട് ഇനി ദൈവത്തെ വിളിക്കാം, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് തീർത്തിട്ട് നാളെ എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കാം എന്നൊക്കെ നമുക്ക് തോന്നും. ഇങ്ങനെയുള്ള ചില തടസ്സങ്ങൾ അവിടെ ഈ ബർത്തിമായിക്ക് തടസ്സം നിൽക്കണം. കാരണം പുറം കാഴ്ചയുള്ളവർക്ക് യേശുക്രിസ്തുവിനെ മനസ്സിലാക്കുവാൻ തക്കോണം കഴിയുന്നില്ല. നമുക്കറിയാം, യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് പോലും യേശുക്രിസ്തുവിനെ എന്ത് ചെയ്തില്ല? ശരിക്കും മനസ്സിലായില്ല. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ബർത്തിമായി ഇത് തിരിച്ചറിഞ്ഞിട്ട് യേശുക്രിസ്തുവിനെയോട് നിലവിളിക്കുകയാണ്. പലപ്പോഴും നമ്മുടെ അകത്തെ ആ കാഴ്ച നാം കുറച്ച് വിപുലീകരിക്കേണ്ടത് ആവശ്യമാണ്. യേശുക്രിസ്തുവിനോട് നമ്മൾക്ക് ഒന്ന് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ, യേശുക്രിസ്തുവിനോട് നമുക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ അകത്തെ കാഴ്ച, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? യേശുക്രിസ്തുവിനോട് നമ്മൾക്ക് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ. നമ്മുടെ പുറത്തെ കാഴ്ചകൾ കൊണ്ട് നമുക്ക് യേശുക്രിസ്തുവിനോട് സംസാരിക്കാൻ കഴിയുകയില്ല. കാരണം നമ്മൾ അനേക പ്രസംഗങ്ങൾ കേൾക്കുന്നു, അല്ലേ? അനേക പ്രസംഗം കേട്ടിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഈ ആരാധന വിട്ട് നമ്മൾ വണ്ടി കയറി പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, താഴോട്ടിറങ്ങി കഴിയുമ്പം ഈ പ്രസംഗമേ എന്ത് ചെയ്യും, നമ്മൾ മറന്നുപോകും. എന്നാൽ ഉൾക്കാഴ്ച കിട്ടുന്ന ഒരാൾ ഞാൻ ഇന്ന് പ്രസംഗിക്കും, അല്ലെങ്കിൽ ആരെങ്കിലും ദേവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ കിട്ടുന്ന ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം എന്ത് ചെയ്തില്ല, അതവിടെ ഇങ്ങനെ കിടക്കും. അപ്പോൾ ഈ ഉൾക്കാഴ്ച കിട്ടിയ, എന്നെ സൗഖ്യമാക്കുമെന്ന് ഉൾക്കാഴ്ച കിട്ടിയ ബർത്തിമായുടെ കാഴ്ച ആർക്കില്ലായിരുന്നു? ഈ പുരുഷാരത്തിനില്ലായിരുന്നു. പുരുഷാരം വെറുതെ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ അവർക്ക് ആ കാഴ്ചയില്ലാത്തത് കൊണ്ട് അകക്കാഴ്ച കിട്ടിയവനെ പുറംകാഴ്ച കിട്ടിയവരൊക്കെ എന്ത് ചെയ്യാണ്? അതിന് തടസ്സം നിൽക്കുന്നതായി നമ്മൾക്ക് മനസ്സിലാക്കുവാൻ തക്കണം കഴിയും. പിന്നെ നിലവിളിക്കുന്നവന് യാതൊരു ഔചിത്യവുമില്ല. അവൻ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, നമ്മുടെ സംസാരത്തിന് സൗണ്ടിനൊക്കെ വ്യത്യാസമുണ്ടോ, അത് ഇച്ചിരി ചെതറിച്ച സൗണ്ടാണോ അല്ലെങ്കിൽ അതൊരു നേർത്ത സൗണ്ടാണോ എന്നൊന്നും അത്യാവശ്യക്കാരൻ എന്ത് ചെയ്തില്ല, ചിന്തിക്കത്തില്ല. അവന്റെ സർവം, ഒരുപക്ഷെ ഈ നിലവിളിച്ച് എന്ത് ചെയ്യുക, അവന്റെ മൊത്തം വൈബ്രേറ്റ് ഒക്കെ ഉള്ള സൗണ്ടായിരിക്കാം ഈ ബർത്തിമായുടെ. അതൊക്കെ കേട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ കൂട്ടത്തിൽ നടക്കുന്നവർക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നിക്കാണും. അങ്ങനെ അവൻ നിലവിളിച്ചപ്പോൾ അവനെ തടസ്സം പെടുത്തുകയാണ്. എന്നാൽ നമ്മൾക്ക് കാണുന്നു, യേശു എന്ത് ചെയ്തു? അവിടെ നിന്നത്. അപ്പോൾ യേശു നിന്നു, അവനെ വിളിപ്പീൻ എന്ന് പറഞ്ഞു. നോക്കുക, യേശുക്രിസ്തുവിലേക്ക് അവന് ഒന്ന് കോണ്ടാക്ട് ചെയ്യുവാൻ തക്കോണം കഴിയാതെ നിന്ന ഈ പുരുഷാരത്തെ കൊണ്ട് തന്നെ യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യാണ്?
യേശുക്രിസ്തു പറയാണ് അവനെ വിളിപ്പീൻ എന്ന് പറയാണ്. നമ്മൾക്ക് എതിരായി നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. നമ്മുടെ നന്മകൾക്കെതിരായി, നമ്മുടെ പ്രാർത്ഥനകൾക്കെതിരായി നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. ചില വ്യക്തികളും അങ്ങനെ ഉണ്ടാകാൻ തക്കണം. നമ്മുടെ ചില കാര്യങ്ങൾക്ക് സാധ്യമായി തീരുന്ന, അല്ലെങ്കിൽ ആത്മീയമായി നമുക്ക് മുന്നോട്ട് അടുക്കുവാൻ തക്കവണ്ണം കഴിയാത്തതോ, അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും സാമ്പത്തികമായോ ആത്മീയമായോ ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾക്ക് തടസ്സം നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. അത് പിശാചിന്റെ വലിയ തന്ത്രമാണ്. നമുക്കൊറ്റ ശത്രു മാത്രമേ ഉള്ളൂ, പിശാച് മാത്രമേ നമുക്ക് ശത്രുവായിട്ടുള്ളൂ. അതൊക്കെ നമ്മൾ ഇതിന്റെ കൂട്ടത്തെ മനസ്സിലാക്കണം. ഈ ലോകത്തിൽ ഒരു മനുഷ്യനും നമ്മുടെ ശത്രുവല്ല, നമുക്ക് ഒരേ ഒരു ശത്രുവുള്ളൂ, പിശാചുള്ളൂ. പിന്നെ ചില മനുഷ്യരിലേക്ക് എന്ത് ചെയ്യും? പിശാച് കയറിയിട്ട് അവരെ കൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കും. അപ്പോഴും നാം പ്രാർത്ഥിക്കേണ്ടത് അവരുടെ ഉള്ളിലേക്ക് കയറിയ പിശാചിനെ അവരിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ വിട്ടുമാറി അവർ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ നമ്മളെ വിലക്കിയവരെ കൊണ്ട്, നമുക്കെതിരായി നിന്നവരെ കൊണ്ട് നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും എന്ന് നാം മനസ്സിലാക്കണം. നാം ഒരു യഥാർത്ഥ ദൈവ പൈതലായി തീർന്നാൽ നമുക്കെതിരെ നിന്നതിനെയും കൊണ്ട്, എതിരെ നിന്ന സാഹചര്യമാണെങ്കിലും എതിരെ നിന്ന വ്യക്തിയാണെങ്കിലും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അനുകൂലമായി പ്രവർത്തിക്കുവാൻ കഴിയും. അങ്ങനെ യേശുക്രിസ്തു വിളിച്ചപ്പോൾ എന്ത് ചെയ്തു? അവനെ വിളിപ്പീൻ എന്നാണ് പറഞ്ഞത്. യേശുക്രിസ്തു അങ്ങോട്ട് ചെന്നില്ല. യേശുക്രിസ്തു ഭർത്തമായി ഇങ്ങോട്ട് വരാൻ പറഞ്ഞില്ല. യേശുക്രിസ്തു ആ പുരുഷാരത്തെ കൊണ്ട് തന്നെ എന്ത് ചെയ്തു? ആ ഭർത്തിമായെ വിളിപ്പിച്ചു. പെട്ടെന്ന് അതിന്റെ 50-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നോക്കുക, അവന്റെ പുതപ്പ് അവൻ ഇട്ടുകളഞ്ഞു. അതായത് നമുക്കറിയാം, ആ കാലങ്ങളിലൊക്കെ, യേശുക്രിസ്തുവിന്റെ കാലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു പുറം വസ്ത്രം ധരിക്കുക പതിവായിരുന്നു. അത് ആ കാലയളവിലെ പൊടിക്കാറ്റടിക്കുക, നമുക്കറിയാം മിഡിൽ ഈസ്റ്റിന്റെ പ്രദേശങ്ങളാണ്, പൊടിക്കാറ്റടിക്കും, ശൈത്യകാലത്ത് വലിയ തണുപ്പുണ്ടാകും. അപ്പോൾ എപ്പോഴും അവരുടെ സംരക്ഷണത്തിനായി ഒരു പുതപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് യാചകരെ മാത്രമല്ല മറ്റുള്ളവരും ചിലപ്പോൾ പുതപ്പ് ഇട്ടതായി നമുക്ക്, മേൽവസ്ത്രം എന്നുള്ള അർത്ഥമാണ്, അപ്പോൾ അത് ഇട്ടതായി നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഈ യാചകൻ എന്ത് ചെയ്തു? അവൻ ഇതുവരെ പുതച്ചു മൂടി അന്ധനായിരുന്ന് യാചിച്ച അവന്റെ പുതപ്പ് എന്ത് ചെയ്തു? അവൻ ഇട്ടുകളഞ്ഞു. നമുക്കറിയാം, നാം ദൈവത്തോട് നമുക്ക് അടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതിനെയൊക്കെ എന്ത് ചെയ്യണം? നാം ഉപേക്ഷിക്കണം. കാരണം അവൻ അത് വിട്ടുകളഞ്ഞെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവന് യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരുവാൻ കഴിയുള്ളൂ. കാരണം വർഷങ്ങളായി അവൻ പുതച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അകത്ത് തീർച്ചയായും അതെന്ത് ചെയ്യാണ്? പഴകിയതാണ്, അത് നാറ്റം വെച്ചിട്ടുള്ളതാണ്, അത് കീറിയിട്ടുള്ളതാണ്, അതിന് പല ദ്രവ്യത്വമായ അതിനുള്ള കേടുപാടുകളുണ്ട്. അപ്പോൾ നാം നമ്മുടെ മേൽമൂടി, നാം ഉപേക്ഷിക്കേണ്ട ചില കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ മാത്രമേ ദൈവത്തിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമുക്ക് മറുപടി ലഭിക്കുകയുള്ളൂ. നാം ഒന്ന് ചിന്തിക്കണം, നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നമുക്കിതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ നാം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ നാം ഉപേക്ഷിക്കണം. നാം സ്വയം ചിന്തിക്കണം, എന്താണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത്? എന്താണ് ഞാൻ, ദൈവമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തതിൻ്റെ തടസ്സമായി നിൽക്കുന്നതിനെ എന്തിനെയാണ് ഞാൻ ഉപേക്ഷിക്കേണ്ടത് എന്ന് ഈ ദിവസങ്ങളിൽ നാം ഒന്ന് ചിന്തിക്കണം. നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. എനിക്ക് നിങ്ങളുടെയോ നിങ്ങൾക്കെൻ്റെയോ തെറ്റെന്താണെന്ന് അറിയത്തില്ല, അത് നമുക്ക് തന്നെ മനസ്സിലാക്കുവാൻ. എന്നാൽ നമുക്ക് അത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ദൈവത്തോട് ചോദിക്കണം, ദൈവമേ, എൻ്റെ പ്രാർത്ഥനകൾക്ക്, ഞാൻ വളരെ നാളുകളായല്ലോ പ്രാർത്ഥിക്കുന്ന ഈ വിഷയത്തിന് എന്തുകൊണ്ട് എനിക്ക് മറുപടിയില്ല? അപ്പോൾ ദൈവം പറയും, ഉപേക്ഷിക്കേണ്ട ചിലതിനെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ തക്കോണം കഴിയുള്ളൂ. കാരണം ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ അടുക്കലേക്ക് നാം ചെല്ലണമെന്നുണ്ടെങ്കിൽ വിശുദ്ധിയോട് മാത്രമേ ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയുകയുള്ളൂ. ആ വിശുദ്ധിയോടെ ചെന്നെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുകയുള്ളൂ. നാം അശുദ്ധിയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ ലോക മനുഷ്യന് കിട്ടുന്ന അതുപോലെ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ, അത് മൊത്തത്തിൽ ദൈവം തരുന്ന അനുഗ്രഹങ്ങളുണ്ട്, ആ അനുഗ്രഹങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ദൈവത്തോട് നാം വ്യക്തിപരമായി ചില അനുഗ്രഹങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ചില പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി
കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപേക്ഷിക്കേണ്ടതെല്ലാം നാം ഉപേക്ഷിക്കണം. അത് നാം സ്വയം ചിന്തിച്ച് ദൈവത്തോട് ചോദിച്ച് അത് എന്താണെന്ന് തിരിച്ചറിയേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ തക്കവണ്ണം നമുക്ക് സാധ്യമായി തീരും. അതിൻ്റെ 51 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തു അവനോട് ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തു തരണം? അപ്പോൾ നമ്മുടെ ആവശ്യം ദൈവത്തോട് നാം പറയണം. ദൈവമാണ്. ദൈവത്തോട് നാം ചോദിക്കുന്നതൊന്നും വില കുറഞ്ഞതായി പോകരുത്. അപ്പോൾ വില കുറഞ്ഞതൊന്നും, ഞാൻ ഈ ലോകത്തിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞത്, ആത്മീയ അടിസ്ഥാനത്തിൽ പറയുകയാണ്, വില കുറഞ്ഞതൊന്നും നാം ദൈവത്തോട് ചോദിക്കരുത്. യേശുവിനോട് നാം ചോദിക്കേണ്ടത് ഈ ലോകത്തിലെ സമ്പത്തല്ല. ഈ ലോകത്തിലെ മറ്റൊരു കാര്യവും ദൈവത്തോട് നാം ചോദിക്കരുത്. ദൈവം തരും. അത് നാം പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കരുതെന്നുള്ള അർത്ഥത്തിലല്ല ഞാനീ പറയുന്നത്. നാം അതിനേക്കാൾ ഉപരിയായി ചോദിക്കേണ്ട മറ്റു പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ 23 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നാം ആദ്യം യേശുക്രിസ്തുവിന്റെ ശിഷ്യനായി അല്ലെങ്കിൽ മകനായി തീരുമ്പോൾ എന്ത് ചെയ്യാം? നന്മയും കരുണയും നമ്മുടെ പുറകെ കൊണ്ടെന്ത് ചെയ്യും? ദൈവം തരും. നന്മയും കരുണയും ചോദിച്ചിട്ട് നമ്മൾ ദൈവത്തിന്റെ പുറകെ പോയില്ലെങ്കിൽ ദൈവം നന്മയും കരുണയും നമുക്ക് തരത്തില്ല. ദൈവത്തിൽ നിന്ന് നമ്മളെ അകന്നു പോകുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നാം വില കുറഞ്ഞ നാണയത്തുട്ടുകളൊന്നും ചോദിക്കരുത്. അവിടെ നിന്ന് പുരുഷാരമൊക്കെ ചോദിച്ചു. അവർ വിചാരിച്ചു കാണും, ഇവൻ യേശുക്രിസ്തുവിനോട്, കർത്താവേ, ഇനിയും യാചിക്കാതെ ഇനിയുള്ള കാലങ്ങൾ ജീവിക്കാനുള്ള സമ്പത്ത് എനിക്ക് തരണമേ എന്ന് അവന് ചോദിക്കാമായിരുന്നു, അല്ലേ? എന്നാൽ അതൊന്നും അവൻ ചോദിച്ചില്ല. അല്ലെങ്കിൽ എന്നെ ഒരു ധനാഢ്യനാക്കി തീർക്കണമേ, ഈ ഭിഷയാചയിൽ നിന്നും എന്നെ ഒന്ന് ഒഴിവാക്കി തരണമേ, എന്റെ ഭവനത്തിലേക്ക് എനിക്ക് മടങ്ങിച്ചെന്ന് സമ്പത്തുള്ളവനായി ജീവിക്കുവാൻ തക്കോണം കുടുംബത്തോടൊത്ത് സ്നേഹത്തോടെ ജീവിക്കുവാൻ എന്നെ അനുവദിക്കണമേ എന്നൊന്നും അവൻ ചോദിച്ചില്ല. അവൻ ചോദിച്ചത് എന്താണ്? എനിക്ക് കാഴ്ച പ്രാപിക്കണം എന്നാണ് അവന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അവൻ നിലവിളിച്ചത്. അപ്പോൾ നമുക്ക് ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ നിസാരമായതൊന്നും ചോദിക്കരുത്. കാഴ്ചയില്ലാത്ത ഭർത്യമായി ചോദിച്ചത് അവന് കാഴ്ച കിട്ടുവാനാണ്. എന്നാൽ ഈ പുരുഷാരം യേശുക്രിസ്തുവിന്റെ കൂടെ നടക്കുന്നുവെങ്കിലും അവർക്ക് എന്തില്ലായിരുന്നു? കാഴ്ചയില്ലായിരുന്നു. കാഴ്ചയില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കണ്ണു കാണത്തില്ലെന്നല്ലായിരുന്നു. യേശുക്രിസ്തു ആരായിരുന്നു എന്നുള്ള, മശിഹായാണെന്നുള്ള തിരിച്ചറിവ് ആർക്കില്ലായിരുന്നു? ഈ കൂടെ നടന്ന ആർക്കുമില്ലായിരുന്നു. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ മാത്രം കണ്ടു രസിച്ചു പോയവരാണ് യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ഈ വലിയ പുരുഷാരത്തിന്റെ വളരെയേറിയൊരു ശതമാനം. വളരെ ചെറിയ ഒരു ചുരുക്കം ശതമാനം മാത്രമേ യേശുക്രിസ്തു മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞുള്ളൂ. ഈ ബർത്തിമായും തിരിച്ചറിഞ്ഞു. എന്തുണ്ട്? യേശുക്രിസ്തു മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മുടെ കാഴ്ചകൾക്ക് ഒരു മാറ്റം. നമ്മുടെ ഉൾക്കാഴ്ചകൾ ഹല്ലേലൂയ നാം തുറക്കണം. ഇനിയും യാചിക്കുവാൻ കഴിയാത്ത വിധം എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഭർത്തിമായി അപേക്ഷിച്ചില്ല. അവൻ അവന്റെ കാഴ്ചയ്ക്കായാണ് അപേക്ഷിച്ചത്. അവന്റെ ഉൾക്കാഴ്ചയിൽ യേശുക്രിസ്തു മശിഹായാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവൻ അങ്ങനെ യാചിക്കുവാൻ തക്കോണം തോന്നിയത്. അല്ലെങ്കിൽ യേശുക്രിസ്തു മശിഹ അല്ലെങ്കിൽ അവൻ തീർച്ചയായും നാണയത്തുട്ടുകൾ, വലിയൊരു സമ്പാദ്യം മാത്രമേ അവൻ ചോദിക്കുകയുള്ളായിരുന്നു. ഈ ദിവസങ്ങളിൽ യേശുക്രിസ്തുവിനെ നാം കണ്ണു തുറന്ന് കാണണം. അതായത് നമ്മുടെ യേശുക്രിസ്തു ആരാണെന്നുള്ള വലിയ തിരിച്ചറിവ് എന്ത് ചെയ്യണം? നമ്മൾക്കുണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സത്യത്തിൽ നാം ദൈവാലയത്തിലേക്ക് കടന്നു വരുന്നത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണെങ്കിൽ അങ്ങനെയാകരുത്. സ്വർഗത്തിൽ വസിക്കുന്ന നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി, നാം ചെയ്യുന്ന ഓരോ പാപങ്ങൾക്ക് വേണ്ടി, ദൈവത്തിനു വേണ്ടി നമ്മളോട് അഭയാചന കഴിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മധ്യസ്ഥം വഹിക്കുന്ന ഒരു യേശുക്രിസ്തുവുണ്ട്. ദൈവത്തിൽ ഹല്ലേലൂയ നമ്മുടെ എല്ലാം നാം ചെയ്യുന്ന ഓരോ പാപങ്ങൾക്ക് ദൈവമേ കർത്താവെ അവനോട് ക്ഷമിക്കണം, അവൻ അടുത്ത വർഷം ശരിയായിക്കോളും, അല്ലെങ്കിൽ അടുത്ത ദിവസം ശരിയായിക്കോളും, ഈ ഒരു വർഷം കൂടെ അവന് മാപ്പ് കൊടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു യേശുക്രിസ്തു ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ആ യേശുക്രിസ്തു വിശുദ്ധനാണ്, ആ യേശുക്രിസ്തു നിത്യനാണ് എന്നുള്ള തിരിച്ചറിവോടുകൂടെ നാം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ മാത്രമേ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുകയുള്ളൂ. കണ്ണുകൾ തുറക്കപ്പെടുമ്പോൾ മാത്രമേ നമ്മുടെ ചില പ്രതിസന്ധികളും ആ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള കാഴ്ചകളെയും നമ്മൾക്ക് ലഭ്യമാകുകയുള്ളൂ. അപ്പോൾ നാം ഉൾക്കാഴ്ച ലഭിക്കണം. നമ്മുടെ പുറം കണ്ടുകൊണ്ട് കാണുന്നതല്ല കാഴ്ച, നമ്മുടെ അകത്ത് എന്താണ്? നിങ്ങൾ ക്രിസ്തുവിന്റെ മന്ദിരമാണെന്നാണ്
ദൈവവചനം പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ്? യേശുക്രിസ്തു വസിക്കുന്ന മന്ദിരമാണ് നമ്മൾ. നമ്മുടെ ഉള്ളിലാണ് യേശുക്രിസ്തു വസിക്കേണ്ടത്. ആ യേശുക്രിസ്തു ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയം പ്രകാശപൂരിതമാകും. നമുക്ക് ആ പ്രകാശം കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ പ്രകാശപൂരമാക്കുവാൻ തക്കോണം നമുക്ക് കഴിയും. അനേകരിലേക്ക് ആ വെളിച്ചം പകരുവാൻ തക്കോണം നമുക്ക് കഴിയും. അങ്ങനെ സാധ്യമായ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം, നമ്മൾ പലരും കേട്ടിട്ടുണ്ട്, ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വനിത. നമുക്ക് പലരും കേട്ടിട്ടുണ്ടോ? ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ വനിത. അദ്ദേഹമല്ല, ആ സ്ത്രീ 6-ാം വയസ്സിൽ ഡോക്ടറുടെ അഭാവത്താൽ 2 കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടവളാണ്. ആ കാഴ്ച നഷ്ടപ്പെട്ട ഫാനി ക്രോസ്ബി അവളുടെ ആ വാർദ്ധക്യത്തിലെത്തി അവൾ മരിക്കുമ്പോൾ ആ സ്ത്രീ 8,000-ത്തിലധികം 7,000-ത്തിലും 8,000-ത്തിലും അധികവും പാട്ടുകൾ എഴുതി ക്രൈസ്തവ ലോകത്തിന് നൽകി. ഫാനി ക്രോസ്ബി എന്ന് പറയുന്നു. അപ്പോൾ ഒരു സ്പാനിഷ് പുരോഹിതൻ അവളെ ഒന്ന് കളിയാക്കി ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, അവളോട് ആ സഹതാപം കാണിച്ചു. ഇവളുടെ കാഴ്ചയില്ലാത്തതിനെ കുറിച്ച് ഒരു സ്പാനിഷ് പുരോഹിതൻ സഹതാപം കാണിച്ചപ്പോൾ അവൾ ആ പുരോഹിതനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ കർത്താവ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ നീ എങ്ങനെ ജനിക്കണം എന്ന് എന്നോട് ചോദിച്ചാൽ പൂർണ്ണ അന്ധയായി ഈ ലോകത്ത് എന്നെ ജനിപ്പിക്കണം എന്ന് ഞാൻ പറയും. കാരണം എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആദ്യം എനിക്ക് കാണേണ്ടത് എന്റെ കർത്താവിനെയാണെന്നുള്ള ആ വലിയ കാഴ്ചപ്പാട് ലഭിച്ച. നോക്കുക, ജീവിതത്തിന്റെ ചെറിയ പ്രായത്തിൽ അന്ധയായി തീർന്ന ഫാനി ക്രോസ്ബി എന്ന് പറയുന്ന ആ സ്ത്രീ തന്റെ ഉൾക്കണ്ണിൽ അവൾ 8,000 പാട്ടുകൾ എഴുതി എന്ന് നമ്മൾക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. നിങ്ങൾക്കറിയാവുന്ന ഇംഗ്ലീഷ് പാട്ടുകളിൽ പലതും ഫാനി ക്രോസ്ബി എഴുതിയ പാട്ടുകളാണ്. അത് ആ സ്ത്രീ എഴുതിയ പാട്ട് നാഗൽ സാഹിബ് നമ്മൾക്ക് വേണ്ടി തർജ്ജമ ചെയ്തിട്ടുണ്ട്. യേശുവൻ സ്വന്തം ഹല്ലേലൂയ എന്ന് പറയുന്ന പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? യേശുവൻ സ്വന്തം ഹല്ലേലൂയ. ഇത് ഫാനി ക്രോസ്ബി എഴുതിയ പാട്ടാണ്. ഇത് നമുക്ക് നാഗൽ സാഹിബ് മലയാളത്തിൽ നമുക്ക് നമ്മുടെ ദുഃഖത്തിന്റെ അല്ലല്ലോ, സമയമരഥത്തിൽ എഴുതിയ പാട്ടൊക്കെ എഴുതിയ നാഗൽ സാഹിബ് നമ്മൾക്ക് വേണ്ടി അത് മലയാളത്തിൽ വിവർത്തനം ചെയ്തു. നോക്കുക, വളരെ ചെറിയ പ്രായത്തിൽ അന്ധയായിരുന്നൊരു സ്ത്രീക്ക് ഉൾവെളിച്ചം കിട്ടിയിട്ട് എഴുതിയ 8,000 പാട്ടുകൾ ഇന്നും ക്രൈസ്തവ കൈരളി ഏറ്റുപാടുന്ന പാട്ടുകളാണ്. ഈ ലോകം മുഴുവൻ ഏറ്റുപാടുന്ന പാട്ടുകളാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കണം. ഇതാണ് അകക്കണ്ണിന്റെ കാഴ്ച കിട്ടുമ്പോൾ, വിശാലമായ സ്വർഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് കിട്ടുമ്പോൾ, ഈ ലോകത്തെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാടുകൾ കിട്ടുന്നത് ദൈവമുള്ളിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ലോകത്തെ വിശാലമായി കാണുവാൻ തക്കണം കഴിയുന്നത്. ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ പൈശാചികമാണ് നമ്മുടെ ഹൃദയം. ദൈവമില്ലാത്ത ഏത് ഹൃദയവും പൈശാചികമാണ്, ഇടുങ്ങിയ ചിന്തകളാണ്. എല്ലാത്തിനകത്തും എന്ത് ചെയ്യും? നമ്മൾ നെഗറ്റീവ് കാണും, പോസിറ്റീവായ ഒരു മാർഗവും കാണുന്നില്ല. നമ്മുടെ വഴികളെ നമുക്ക് തിരിച്ചറിയാതെ പോകും. ഇതൊക്കെയാണ് അകക്കണ്ണിന്റെ കാഴ്ചക്കുറവ് കൊണ്ട് നമുക്ക് ലഭ്യമാകാതെ പോകുന്നത്. അപ്പോൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ വായിക്കുന്നു, 18-ാം അധ്യായം 43-ാം വാക്യത്തിൽ പറയുന്നു, ക്ഷണത്തിൽ അവൻ എന്ത് ചെയ്തു? കാഴ്ച പ്രാപിച്ചു. ദൈവത്തെ മഹത്വീകരിച്ചും കൊണ്ട് അവനെ അനുഗമിച്ചു. ജനം എല്ലാം കണ്ടിട്ട് ദൈവത്തിന് പുകഴ്ച കൊടുത്തു. നോക്കുക, അവന്റെ കണ്ണിന് ദൈവം യേശുക്രിസ്തു കാഴ്ച കൊടുത്തു. കാഴ്ച കിട്ടിയവൻ പെട്ടെന്ന് വീട്ടിലോട്ട് ഓടിപ്പോവുകയല്ല. തന്റെ മാതാപിതാക്കളെ കാണുവാനായി പോകുന്നതിന് മുമ്പായി അവൻ ആ പുരുഷാരത്തിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അതിലേക്ക് അലിഞ്ഞു ചേർന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നുണ്ട്. വിടുതൽ കിട്ടിയവർ എന്ത് ചെയ്യണം? ദൈവത്തോട് അലിഞ്ഞു ചേർന്ന് നാം ദൈവത്തോട് ഒന്നായി ചേരണമെന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. തീർച്ചയായും നിലവിളിക്കുന്നവന് എന്തുണ്ട്? മറുപടിയുണ്ട്. നിലവിളിക്കുന്നവന് തീർച്ചയായും മറുപടിയുണ്ട്. കാരണം നിലവിളിക്കുന്നത് നാം വെറുതെ നിലവിളിച്ചിട്ട് കാര്യമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നമ്മൾ ലഭിക്കുമ്പോൾ, വിളിക്കുമ്പോഴേ അതിന് മറുപടി ഉണ്ടാകും. ഉൾക്കാഴ്ചയില്ലാതെ നാം ദൈവത്തെ വിളിച്ചാൽ നമുക്കതിന് മറുപടി ഉണ്ടാകുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. നമുക്കൊരുപാട് തടസ്സങ്ങളുണ്ട്. ബർത്തിമായിക്ക് കാഴ്ചയായിരുന്നു തടസ്സമെങ്കിൽ സക്കായിക്ക് ഉയരക്കുറവായിരുന്നു. ഉയരക്കുറവ് കൊണ്ട് ഹല്ലേലൂയ, ഉയരത്തിലുള്ളവനെ കണ്ടവനാണ് സക്കായി. നോക്കുക, അതാണ് പക്ഷപാതക്കാരനെ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാതെ വീടിന്റെ മേൽത്തട്ട് മാറ്റി അകത്തേക്ക് കൊണ്ടുവന്ന 4 പേരുടെ അകക്കാഴ്ച. അതാണ് പക്ഷപാതക്കാരനെ എന്ത് ചെയ്യുന്നത്?
സൗഖ്യമാക്കിയത്. അപ്പോൾ ഹല്ലേലൂയ, നമുക്ക് നമ്മുടെ തെറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ കുറവശങ്ങൾ എന്താണ്, നമ്മുടെ ആ യേശുക്രിസ്തുവിനെ കാണുവാൻ തടസ്സമായി നിൽക്കുന്നത് എന്താണ്, അതിനെ നാം അതിജീവിച്ചാൽ നമുക്ക് യേശുക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം കഴിയും. മടുത്തു പോകാതെ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്തുണ്ട്? മറുപടിയുണ്ട്. ബർത്തിമായിയും സക്കായിയും ഒക്കെ അതിന് ഉദാഹരണങ്ങളാണ്. യേശുക്രിസ്തുവിനെ ഉൾക്കണ്ണുകൊണ്ട് കണ്ടവരാണ്. ഈ തിരുവചനം വായിക്കുമ്പോൾ എന്താണ്, ഒരുപാട് പേരെ നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഉൾക്കണ്ണുകൊണ്ട് ദൈവത്തെ കണ്ടവർ. ഉൾക്കണ്ണ് നമ്മൾക്ക് കിട്ടുമ്പോൾ ദൈവം നമ്മൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ചില വാതിലുകളെ കാണാൻ പറ്റും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് എന്താണ് അതിന് തടസ്സം? നമ്മൾ ഈ മുറി മൊത്തം ലൈറ്റ് ഓഫ് ആയി കഴിഞ്ഞാൽ ഇതിന്റെ വാതില് എവിടാണെന്ന് നമ്മളെ ഒന്ന് കറക്കിയിട്ട് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് തപ്പും. പിന്നെ നമ്മൾ തപ്പി പോകണം എന്ന് പറഞ്ഞതുപോലെ ആ ഉൾക്കണ്ണ് കിട്ടിയവന് ആ വാതിലെവിടെയാണെന്നുള്ള വെളിച്ചം കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നാം കിട്ടണം. അത് ദൈവവചനം നാം വായിക്കുമ്പോൾ, ദൈവവചനം നാം കേൾക്കുമ്പോൾ ദൈവം ചില പ്രകാശനം നമുക്ക് തരും, ചില ആത്മീക വെളിപ്പാടുകളെ നമുക്ക് തരും. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് വെക്കേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് തരും. ദൈവവചനത്തിൽ കൂടെ നമ്മളോട് ദൈവം സംസാരിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലതിന് മറുപടി ഉണ്ടാകും. ദൈവവചനം കേൾക്കുമ്പോൾ ചിലതിന് മറുപടി ഉണ്ടാകും. മറ്റൊരാളുടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറുപടി ഉണ്ടാകും. ഇതൊക്കെ നമുക്ക് ഉൾക്കാഴ്ച കിട്ടുന്നെങ്കിൽ മാത്രമേ അത് സാധ്യമാകൂ. ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. പിന്നെ അതിൻ്റെ അകത്ത് ഒരു വാക്യം കൂടെ, എൻ്റെ 52-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യേശു അവനോട് പോക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കും. നമ്മൾ പൊതുവേ പറയുന്ന ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അത് ചുമ്മാതെ പറയാനുള്ളതല്ല. ഈ ബർത്തിമായിയുടെ വിശ്വാസം ബർത്തിമായി രക്ഷിക്കട്ടെ. നിനക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണോ നീ വിശ്വസിച്ചിരിക്കുന്നത്, ആ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നമ്മൾ വിശ്വസിക്കുന്ന എല്ലാത്തിനും ദൈവത്തിന് മറുപടിയില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിന് എന്തുണ്ട്? ആ വിശ്വാസമുള്ളവനെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതായത് യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ബർത്തിമായിക്ക് എന്തായിരുന്നോ അത് അവന് ലഭ്യമായി. യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം അനുസരിച്ച് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നമുക്ക് കാഴ്ചപ്പാടോ വിശ്വാസവും ഇല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥിച്ചത് നമുക്ക് മറുപടി കിട്ടുകയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ബർത്തിമായിയെ പോലെ പുറം കാഴ്ചകൾ നമുക്കില്ലെങ്കിലും, ഈ ലോകത്തിന്റെ കാഴ്ച നമുക്ക് ലഭ്യമായില്ലെങ്കിലും ഉൾക്കാഴ്ചകളെ നമുക്ക് ലഭ്യമായി തീരേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം.